വചനത്തിൻ്റെ നാഥനായ കർത്താവേ, ജീവനുള്ള നിൻ്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ജീവനും സമൃദ്ധമായ ജീവനും നിത്യജീവനും കണ്ടെത്തുവാനുള്ള അന്വേഷണത്തിലേക്ക് ആ ഒരു ധ്യാനത്തെ നയിക്കണമേ. ബലഹീനരായ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുമ്പോൾ ശമാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയ മക്കളെ തൃക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വചനത്തിൽ കൂടി നിൻ്റെ മക്കളോട് സംസാരിക്കുകയും അവർക്കാവശ്യമായ ആലോചനയും ക്രിസ്തീയ വെല്ലുവിളികളും നൽകി അവരെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഇന്നത്തെ വചന ശുശ്രൂഷ എല്ലാവർക്കും ഒരുപോലെ ഒരു ഹൃദ്യമായ സദ്യയായിരിക്കാൻ സഹായിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അഭിയന്ത്യ സ്തേഫാനോസ് തിരുമേനി, അഭിയന്ത്യ സെറാഫിൻ തിരുമേനി, വന്ധ്യ വികാരി ജനറൽ അച്ഛന്മാരെ, പട്ടക്കാരെ, മാതാപിതാക്കളെ, വിശിഷ്യ ഈ ഒരു ശമാശ ശുശ്രൂഷ സ്ഥാനത്തേക്ക് ഈ 4 യുവാക്കളെ ജനിപ്പിച്ച് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ഈ ഒരു നിലയിലേക്ക് എത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. ഈ ഒരു ശമാശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാഫല്യം എന്നതിലുപരി ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പട്ടത്ത ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുകയും വലിയൊരു ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസരം ആണ്. എന്തുകൊണ്ടും ഈ ഒരു ദിനം ഇവരെ ഓർത്ത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഒരു ദിവസം ആണ്. അതുകൊണ്ട് സഭയുടെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട ശമാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ഈ 4 യുവാക്കളോടും സഭയുടെ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് ഞാനിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും പേരിൽ അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ പ്രവേശിക്കുമ്പോൾ പല പ്രാവശ്യം പലയിടത്തും പറഞ്ഞിട്ടുള്ളതായ എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം പരാമർശിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് ആവർത്തനം കൊണ്ട് വിരസത ഉണ്ടാക്കാമെങ്കിലും ഓരോ പ്രാവശ്യം ആവർത്തിക്കുമ്പോഴും പുതിയ പുതിയ ഒരു സമർപ്പണം അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമർപ്പണം നൽകുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. 1988 ജൂൺ മാസം 17-ാം തീയതി ശമാശപ്പെട്ട സ്ഥാനം സ്വീകരിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മ എൻ്റെ തലേ ദിവസം ഇട്ട കുപ്പായം അലക്കുകല്ലിൽ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി പോയ ഒരു പ്രിയ മാതാവ് എൻ്റെ അമ്മയോട് ചോദിച്ചു, മറിയാമ്മേ നീ എന്തു ചെയ്യുകയാണ് എന്ന് അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, അമ്മായി മോൻ്റെ കുപ്പായം നനയ്ക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ പ്രിയ മാതാവ് പറഞ്ഞു, എങ്കിലും എൻ്റെ മറിയാമ്മേ നിൻ്റെ മോൻ്റെ കുപ്പായം നനയ്ക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടായല്ലോടി എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ മറിയാമ്മേ നിൻ്റെ മോൻ്റെ കുപ്പായം നനയ്ക്കാനുള്ള ഭാഗ്യം നിനക്ക് ഉണ്ടായല്ലോടി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പെട്ടെന്ന് ഒരു മിന്നായം പോലെ കടന്നുപോയ ഒരു ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ, ഈ കുപ്പായം നനയ്ക്കുന്ന ഒരു സ്ത്രീ ഭാഗ്യവതിയെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ കുപ്പായം ഇടുന്ന ഒരു വ്യക്തി എത്രയോ ഭാഗ്യവാനാണ്, എത്രയോ ഭാഗ്യവാൻ ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശമാശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നതിനേക്കാൾ ഉപരി ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്നത് ഓർത്ത് നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ആവർത്തിച്ച് പാടുന്നതായ ഒരു പാട്ടുണ്ട്, കനിവും നല്ല മനസ്സലിവും എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ അവസാന ഭാഗം പറയുന്നു, ഭാഗ്യമെഴും ഈ പദവിയെ നീ മർത്യർ കരുളിയതാൽ സ്തോത്രം എന്ന് പറയുന്നതായ ഒരു ഈരടികൾ എത്ര അർത്ഥവത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശമാശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയും കരുണയും ഒന്ന് മാത്രം ആകുന്നു. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിൻ്റെ സമനില തെറ്റിയ ഒരു വ്യക്തിയെ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ കാണുമ്പോൾ, ഒരു ഭിക്ഷാപാത്രവുമായി അലഞ്ഞു തിരിയുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു പോകേണ്ടത്, എനിക്കും ഈ അവസ്ഥ ഉണ്ടാകാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയാലും കൃപയാലും ദൈവം എന്നെ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ദൈവത്തിന് ഇന്നും സ്തോത്രം കരയേറ്റുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ പ്രവേശിക്കുമ്പോൾ ഈ ശുശ്രൂഷാ സ്ഥാനത്തെ ഗൗരവമായി കാണുന്നത് കൊണ്ട്
ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അർത്ഥവത്വം ആനുകാലികമായ ശുശ്രൂഷ നിറപടിയായി നിറവേറ്റുന്നതിലൂടെ ഈ ഭാഗ്യാവസ്ഥ അവസാനം വരെയും നിലനിർത്തുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വീണ്ടും അനുമോദനം അർപ്പിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ പ്രവേശിക്കുന്നത് ഒരു അധികാര സ്ഥാനമല്ല, ശുശ്രൂഷ സ്ഥാനമാണെന്നുള്ള അടിസ്ഥാനപരമായ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഒരു എർത്ത് കിങ് എന്നതിനേക്കാൾ ഉപരി ഒരു സെർവൻറ്റ് മാസ്റ്റർ അല്ലെങ്കിൽ സെർവൻറ്റ് കിങ് ആയിരുന്നു എന്നത് നിങ്ങൾക്ക് ഓർക്കുവാനായിട്ടും സാധിക്കണം. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പദവികൾ കിട്ടും, അധികാരങ്ങൾ കിട്ടും, ഒത്തിരി അർഹിക്കാത്ത ആഗ്രഹിക്കാത്ത സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ട് കാണുവാനും അതെല്ലാം ദൈവകൃപയോടുകൂടി ഒരു കാര്യവിചാരകത്വത്തോടുകൂടെ നിങ്ങൾക്കത് വിനിയോഗിക്കാനും സാധിക്കണം. യു ആർ കോൾഡ് ടു ബി ദി സ്റ്റീവാർഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കാര്യവിചാരകന്മാരായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിപ്പാനായിട്ടും സാധിക്കണം. അതുകൊണ്ട് അതിലേക്ക് നിങ്ങളെ ഒന്ന് നിങ്ങളുടെ ചിന്ത ചെലുത്തുന്നതായ അല്ലെങ്കിൽ സാധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ വളരെ ചുരുക്കമായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ ആ ഒരു ശുശ്രൂഷ നീ നിറപടിയായിട്ട് നിവർത്തിക്കണം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ ശുശ്രൂഷ നീ നിറപടിയായിട്ട് നിവർത്തിക്കണം എന്നുള്ളത് ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രവേശിക്കുന്നതായുള്ള ഈ ഒരു ലോകം, നിങ്ങളുടെ ശുശ്രൂഷ നിറവേറ്റേണ്ടതായ ഈ ലോകം എന്ന് പറയുന്നത് ഒരു ഉത്സവ പറമ്പ് പോലെയാണ്. ഞാനത് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് സോഷ്യൽ സയൻറ്റിസ്റ്റൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, വി ആർ ലിവിങ് ഇൻ അൻ ഏജ് ഓഫ് സൈറ്റ്സ്, സൗണ്ട്സ് ആൻഡ് സബ്ജക്ട്സ് എന്ന് പറയാറുണ്ട്. വളരെ വാസ്തവമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, കാതടുപ്പിക്കുന്ന ശബ്ദങ്ങൾ, മനസ്സിൽ ആഴ്ന്നിറങ്ങുന്നതായ ഒത്തിരി വിഷയങ്ങൾ. നമ്മൾ കാണണ്ട എന്ന് വിചാരിച്ചാലും അറിയാതെ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു. നമ്മൾ കേൾക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അറിയാതെ നമ്മുടെ കാതുകൾ സാഗൂതം കാതോർപ്പിക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് ഈ വിഷയങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് ചിന്തിക്കുമ്പോഴും അനേക വിഷയങ്ങൾ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഉത്സവ പറമ്പിൽ നിങ്ങൾ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് എന്നും ഒരു തെളിമയാർന്ന ദർശനത്തിൻ്റെ ഉടമകളായിട്ട് ആയിരിക്കണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ക്ലിയർ വിഷൻ നിങ്ങളുടെ മിനിസ്ട്രിയിൽ ആദ്യോടന്തം നിങ്ങൾക്ക് കാത്തു സൂക്ഷിപ്പാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മുടെ കർത്താവ് ഈ മരുഭൂമിയിൽ പോയത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യേശുവിന് കാഴ്ചകൾക്ക് അതീതമായിട്ട് ഒരു ഉൾക്കാഴ്ച പ്രാപിക്കുവാൻ വേണ്ടി ആയിരുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ സൈറ്റ്സിൻ്റെയും അല്ലെങ്കിൽ സൗണ്ടിൻ്റെയും സബ്ജക്ട്സിൻ്റെയും ഒക്കെ ലോകത്തിൽ നിന്ന് മാറി മരുഭൂമിയിൽ പോയി കാഴ്ചകളെക്കാൾ അപ്പുറത്ത് ഒരു ഉൾക്കാഴ്ച പ്രാപിപ്പാൻ യേശുവിന് സാധിച്ചു. ഒരു ലൗകിക ശബ്ദങ്ങൾക്ക് അതീതമായിട്ട് ദൈവശബ്ദം കേൾക്കുവാൻ യേശുവിന് സാധിച്ചു. അതുപോലെ ലൗകിക വിഷയങ്ങൾക്കപ്പുറത്തായിട്ട് ദൈവ വിഷയമായിട്ട് സമ്പന്നത കൈവരിപ്പാൻ യേശുവിന് സാധിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കും ഇത് സാധിക്കണം. ഓരോ പുതിയ ദിവസവും ഓരോ പുതിയ വെല്ലുവിളികളുമായിട്ട് ഈ ഉത്സവപ്പറമ്പ് നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് അനുദിനം ഉള്ള ഒരു ദർശനത്തിൻ്റെ ആ ഒരു തെളിമ എന്നും കാത്തു സൂക്ഷിപ്പാനായിട്ടും സാധിക്കണം. എല്ലാ ദിവസവും രാവിലെ അതായത് ദൈവം എനിക്ക് തന്നിട്ടുള്ള 2 കണ്ണുകൊണ്ട് വേദപുസ്തകം വായിച്ചിട്ടല്ലാതെ മറ്റൊന്നും ഞാൻ വായിക്കയില്ല എന്നുള്ള വലിയൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഉണ്ടായിരിക്കണം. തിരക്കുകൾ എന്തായിരുന്നാലും ദൈവസന്നിധിയിലിരുന്ന് എൻ്റെ മാസ്റ്റർ കീബോർഡുമായിട്ട് എൻ്റെ ജീവിതത്തെ, എൻ്റെ മിനിസ്ട്രിയെ ഞാനൊന്ന് ട്യൂൺ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റുള്ള ഇടങ്ങളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്കുണ്ടാകാൻ സാധിക്കണം. നിങ്ങളുടെ തിരക്ക് കാരണം, നിങ്ങളുടെ മറ്റുള്ള കമ്മിറ്റ്മെൻറ്റ് കാരണം, അല്ലെ നല്ല ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങൾ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, നല്ല പ്രസംഗം തയ്യാറാക്കുവാനായിട്ട് ആനുകാലിക കൊട്ടേഷന് വേണ്ടിയൊക്കെ നിങ്ങൾ തിരിയുമ്പോൾ, അതിനേക്കാളൊക്കെ ഉപരിയായി വേദപുസ്തകത്തിൽ നിന്ന് ഒരു ദർശനം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, റീഡ് ദ ബുക്ക് ദാറ്റ് റീഡ്സ് യു എന്നൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങളെല്ലാം ഇപ്പോഴും നെഞ്ചോടെ ചേർക്കണം. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഉത്സവപ്പറമ്പിൽ ആത്മീയതയേക്കാൾ ഉപരി മതാത്മകത ആണ്. റിലിജിയോസിറ്റി ദാൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ ആത്മീയത കണ്ടെത്താൻ സാധിക്കാതെ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് അർത്ഥവത്തായിട്ടുള്ള ഒരു ആത്മീയത കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എ ക്ലിയർ വിഷൻ ബേസ്ഡ് ഓൺ സ്പിരിച്വാലിറ്റി than religiosity, a clear vision about life than lifestyle, a clear vision about quality than
ക്വാണ്ടിറ്റി, എ ക്ലിയർ വിഷൻ എബൌട്ട് വാല്യൂ ദാൻ പ്രൈസ്. ഇത് നിങ്ങളെല്ലാം ഇപ്പോഴും നിങ്ങൾ നെഞ്ചോടെ ചേർത്ത് വെക്കണം. അതുകൊണ്ട് വ്യക്തിപരമായ സ്വപ്നങ്ങളെ കാണുവാനായിട്ട് നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജനത്തോടൊപ്പം നിന്നുകൊണ്ട് ദർശനത്തോടുകൂടി, ഒരു കളക്റ്റീവ് വിഷനോടുകൂടി, ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ ജനത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോടൊത്ത് ചേർന്ന് നിൽക്കണം, ദൈവവചനത്തോടൊത്ത് ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പ്രകാരം ഒരു പറച്ചിലുണ്ട്, വാട്ട് യു സീ ഡിപ്പെൻഡ്സ് ഓൺ വെയർ യു സ്റ്റാൻഡ്. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്ത് കാഴ്ചകൾ കാണുന്നുവെന്നത് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അപ്രകാരം ഒരു ആത്മീയ നേതാവെന്ന നിലയിൽ ഒരു ദർശനത്തോടുകൂടെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനിടയാകട്ടെ. നിങ്ങളെ പലപ്പോഴും നിങ്ങളെ ആളുകൾ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ജനത്തിന് പ്രസാദകരമായ ഒരു ദൈവത്തെ ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കാതെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജനത്തെ ഉണ്ടാക്കുവാനുള്ള വെല്ലുവിളിയല്ല ഇപ്പോഴും നിങ്ങൾ നെഞ്ചോടെ ചേർത്ത് വെക്കണം എന്നത് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അതിന് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു തെളിമയാർന്ന ദർശനം നിങ്ങൾക്ക് ഉണ്ടാകണം. അതിന് നിങ്ങൾക്കിടയാകട്ടെ. രണ്ടാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എ കണ്ടംപററി മിഷൻ എന്നുള്ളതാണ്. കാലികവും സംഗതവുമായിട്ടുള്ള ഒരു ദൗത്യം. മിസിയോളജിയൊക്കെ പഠിപ്പിച്ച നിങ്ങളോട് ഒരു മിഷനെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു റിലീജിയോസിറ്റിയേക്കാൾ ഉപരിയായിട്ടൊരു സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താണ് സ്പിരിച്വാലിറ്റി? ഞാൻ കേട്ട ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി ഈസ് എൻഗേജ്മെൻറ്റ് വിത്ത് ദ പ്രസൻറ്റ് റിയാലിറ്റി ഇൻ എ ഗിവൺ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റി ഈസ് എൻഗേജ്മെൻറ്റ് വിത്ത് പ്രസൻറ്റ് റിയാലിറ്റി ഇൻ എ ഗിവൺ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. സംഗതവും ആനുകാലികവുമായ ഇടപെടലുകളാണ് ക്രൈസ്തവ ദൗത്യത്തെ എന്നും അർത്ഥവത്തായിട്ട് തീർക്കുന്നത്. ആർക്കു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനും ദൈവജനത്തിനു വേണ്ടി ഒരു ജനത്തിൻ്റെ മുമ്പാകെ ഞാൻ ആക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ആ ദൗത്യത്തിൽ ഏർപ്പെടുവാനും നിങ്ങൾക്ക് സാധിക്കണം. അതാണ് പൗലോസ് പറയുന്നത്. അതായത് നീ കഷ്ടം സഹിക്കണം, നിർമ്മതനായിരിക്കണം, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇതൊരു കുരിശാണല്ലോ എന്ന് കാണാതെ ഈ കുരിശിനപ്പുറത്തായിട്ട് ഒരു കിരീടമുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് മുമ്പോട്ട് ജീവിപ്പാൻ സാധിക്കണം. അപ്രകാരം യേശുവിനൊരു ദർശനവും ഒരു ദൗത്യവും ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുരിശിനെ കിരീടമാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്നല്ല, ലോകത്തെ മാറ്റുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് നിങ്ങൾക്ക് അർത്ഥവത്തായിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് സാധിക്കണം. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ശുശ്രൂഷ നിറവഴിയായി നിറവേറ്റുവാൻ സമ്പൂർണമായിട്ടുള്ള ഒരു സമർപ്പണമാണ് നിങ്ങൾക്ക് ആവശ്യം. തെളിമയാർന്ന ഒരു ദർശനവും ആനുകാലികമായിട്ടുള്ള ഒരു ദൗത്യബോധവും നിങ്ങൾക്കുണ്ടായത് കൊണ്ട് മാത്രമല്ല, ഇതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്യുപ്പ് ചെയ്യുന്നത് ഒരു സമ്പൂർണ്ണ സമർപ്പണം ആണ്. ദൈവകരങ്ങളിൽ ജീവിതം സമർപ്പിച്ചത് എന്തിനു വേണ്ടി എന്നത് നിങ്ങൾ എന്നും ദൈവത്തോട് ചോദിക്കണം. അത് പൂർണ്ണമാണോ ഭാഗികമാണോ എന്നുള്ളത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അത് ശോധന ചെയ്യണം. വേർഡ് ഓഫ് ഗോഡ് ഈസ് യുവർ യാഡ് സ്റ്റിക്ക് ഫോർ അസസിങ് യുവർ കണ്ടംപററി മിനിസ്ട്രി എന്നുള്ളത് നിങ്ങൾക്ക് ഓർക്കുവാനായിട്ട് സാധിക്കണം. ഈ ഒരു സമർപ്പണ ശുശ്രൂഷയിൽ നിങ്ങളുടെ സമർപ്പണത്തെ അനുദിനം വിലയിരുത്തുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് അതായത് എന്താണ് ഒരു കോമ്പീറ്റൻ്റ് ആകുക എന്നുള്ളതാണോ? കോമ്പീറ്റൻ്റ് ആകുക എന്നതിനേക്കാൾ ഉപരി ദൈവം നോക്കുന്നത് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനെ ആണ്. അതുകൊണ്ട് ദൈവം ഈ ഒരു ഭാഗ്യമേറിയ ഈ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായിട്ടെടുത്ത് ഉപയോഗിക്കുന്നത് സാമർഥ്യമുള്ളവരെയല്ല, സമർപ്പണം ഉള്ളവരെ ആണ്. അനേക വ്യക്തികളുടെ ജീവിതം നമുക്ക് അത് പ്രയോജനം ആകുന്നു. സ്വന്തം മിടുക്കിലോ സ്വന്തം കഴിവിലോ ആശ്രയിച്ച് ഈ ശുശ്രൂഷ ചെയ്യും എന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. പൗലോസ് പറയുന്നത്, എനിക്ക് ശക്തി തന്നത് ദൈവമാണ്, ഈ ശുശ്രൂഷ നിറവേറ്റുവാനായിട്ട് എന്നെ ബലപ്പെടുത്തിയത് ദൈവമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്, ദൈവകൃപയിൽ ശരണപ്പെടുക, ദൈവിക ശക്തിയിൽ ബലപ്പെടുക. അതുകൊണ്ടാണ് പൗലോസിന് പറയാൻ സാധിച്ചത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള അനേക പട്ടക്കാരും പട്ടുപോയിട്ടുള്ള ഒരു ശുശ്രൂഷ മേഖലയാണ് ഇതെന്ന് നിങ്ങൾ ഓർക്കണം. എന്നാൽ
പാടാനോ പ്രസംഗിക്കുവാനോ നല്ല രീതിയിൽ കുർബാന ചൊല്ലുവാനോ ഒന്നും കഴിവില്ലാത്ത അനേക പട്ടക്കാർ ജനങ്ങളുടെ ഹൃദയത്തിൽ നിലയുറപ്പിച്ചത്, ജനങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് സ്ഥാനമുണ്ടായത് അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഈ ഒരു ദർശനത്തോടുകൂടെ, ഈ ഒരു 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 തെളിമയാർന്നുള്ള ഒരു ദർശനത്തോടുകൂടെ, ഈ ഒരു മിഷൻ്റേതായ ഒരു ദൗത്യത്തോടുകൂടി, ഈ ഒരു സമർപ്പണത്തോടുകൂടി ജീവിച്ചത് കൊണ്ട് ആണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവകൃപയിൽ ശക്തിപ്പെട്ട് ഈ ശുശ്രൂഷ നിർവഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സന്തോഷിപ്പാനായിട്ട് ഇടയാകട്ടെ. അതുകൊണ്ട് ദൈവകൃപ ധാരാളമായി അനുഭവിച്ച് അതിൻ്റെ തണലിൽ ജീവിച്ച് ശുശ്രൂഷ ചെയ്ത അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലിത്തായാണ് എനിക്ക് ഈ ശമാശ പട്ടത്ത ശുശ്രൂഷയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയത്. തലേ ദിവസം രാത്രിയിൽ ഈ തിരുമേനി ഞങ്ങളെ 4 പേരെ വിളിച്ച് അടുപ്പിച്ചിട്ട് ഓർപ്പിച്ചു, നിങ്ങളുടെ ഈ വലിയ കൃപ ഈ മൺപാത്രങ്ങളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു വിജയിയാകുവാനായിട്ട് ശ്രമിക്കരുത്. ഡോണ്ട് ട്രൈ ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ് ബട്ട് ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ ലൈഫ്. വിശ്വസ്തന് ആയിരിക്കണം. നിങ്ങളുടെ ശുശ്രൂഷ വിജയമാണോ പരാജയമാണോ എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ഇടവക്കാരോ നിങ്ങളെ സ്നേഹിക്കുന്നവരോ അല്ല, ദൈവമാണ് നിങ്ങളുടെ ഇടവക വിജയമാണോ എന്ന് നിശ്ചയിക്കുന്നത്. എന്നാൽ നിങ്ങൾ പരാജയപ്പെടാതിരിക്കാനായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ നിന്ന് 3 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അകന്നിരിക്കുവാനായിട്ട് സാധിക്കണം. വളരെ പച്ചയായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളെ പരാജയപ്പെടുത്തുന്നത് പണം, പെണ്ണ്, ഭക്ഷണം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങളെ പരാജയപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. ഈ 3നോടും നിങ്ങൾക്കൊരു ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ഒരു മൺപാത്രം ഒരു ചെറിയ തട്ടിനോ ചെറിയ ഒരു മുട്ടലിനോ അതിനെ പൊട്ടിക്കാനായിട്ട് സാധിക്കും. അത് പൊട്ടാതെ സൂക്ഷിക്കുന്നത്, അത് പൊട്ടാതെ നിങ്ങളെ കാത്തു സൂക്ഷിപ്പാൻ നിങ്ങളെ സഹായിക്കുന്നത് ദൈവകൃപ ഒന്നു മാത്രമാണ്. ഈ കൃപയിൽ ധാരാളമായിട്ട് നിങ്ങളെ അടിസ്ഥാനപ്പെടണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ സംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വിജയിക്കുവാൻ ശ്രമിക്കാതെ വിശ്വസ്തനായി ശ്രമിക്കുക. ദൈവകൃപയിൽ ദൈവിക ശക്തിയിൽ അമിതമായിട്ട് ആശ്രയിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരും. മറ്റുള്ളവർ നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് നിങ്ങളെ വിളിക്കും എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവകൃപയിൽ ശക്തിപ്പെടുക, ദൈവകൃപയിൽ ബലപ്പെടുക. വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലെ ഒരു അർത്ഥവത്തായിട്ടുള്ള പാട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അർത്ഥവത്താണ്. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവനെ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മലയാള സിനിമ ഗാനമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓർക്കണം, കാട്ടാനകൾ ചവിട്ടിമെതിക്കുന്ന ഓടക്കുഴൽ, എന്നാൽ അതിൻ്റെ തിരഞ്ഞെടുത്ത ഒരറ്റം മുറിച്ചെടുത്ത് സുഷിരങ്ങളിട്ട് അത് വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് അതേറ്റവും മധുരമായിട്ടുള്ള, ലോകത്തിൽ വെച്ച് ഏറ്റവും മധുരമായിട്ടുള്ള സംഗീതം അതിനെ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഓടക്കുഴലിൻ്റെ ബലമോ ഓടക്കുഴലിൻ്റെ സൗന്ദര്യമോ അല്ല, അതാരുടെ കയ്യിലിരിക്കുന്നു എന്നതാണ് അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം ഒരു പാഴ്മുളം തണ്ടാണെങ്കിലും അത് ആരുടെ കയ്യിൽ ആണ് ആ പാഴ്മുളം തണ്ടിരിക്കുന്നു എന്നതാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലായ്പ്പോഴും ഓർക്കണം, ഞാനൊരു പാഴ്മുളം തണ്ടാണ്, എന്നാൽ എന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മനുഷ്യജീവൻ്റെ ശ്രുതി ലയ താളം ചിട്ടപ്പെടുത്തിയവൻ്റെ കയ്യിൽ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഒരു ഹാർമണി ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതല്ലാതെ നിങ്ങളുടെ കഴിവിലോ മിടുക്കിലോ ഒക്കെ നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയുമൊക്കെ ഒരു ഡിസ്ഹാർമണി ആയിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവം മാനിക്കട്ടെ. ഈ വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മിനിസ്ട്രി ഒരു ഭാഗ്യാവസ്ഥയാണ്. ഞാൻ ഭാഗ്യവാനാണ് മാർത്തോമാ സഭയുടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത് മൂലം ഈ ഭാഗ്യാവസ്ഥ ഞാൻ കൂടുതലായിട്ട് കണ്ടെത്തുന്നുവെന്ന് നിങ്ങൾക്ക് പറയുവാനിടയാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരുള്ളതായ പ്രാർത്ഥന നിങ്ങളെ ഞാൻ അറിയിക്കട്ടെ. നമ്മുടെ ഈ പട്ടംകൊണ്ട ശുശ്രൂഷയിലെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അമലോകിയൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ സാഗൂതം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പുരുഷായുസ് മുഴുവൻ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതിനുവേണ്ടി നിങ്ങളെ സമർപ്പിക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറയാൻ ആഗ്രഹിച്ച 3 കാര്യങ്ങളാണ്: എ ക്ലിയർ വിഷൻ, എ കണ്ടംപററി മിഷൻ ആൻഡ് എ കംപ്ലീറ്റ് സബ്മിഷൻ. അതിൽ കൂടെ എന്നും ദൈവവും ദൈവജനവും
നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയാനിടയാകട്ടെ എന്ന ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ഇതിനവസരം തന്നതായുള്ള അഭിവന്ദ്യ മെത്രാപ്പോലിത്ത തിരുമേനിയോടും പ്രിയപ്പെട്ട സറാഫീൻ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.